സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ സ്വപ്ന സുരേഷിനും PC ജോർജിനുമെതിരെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ കുറ്റപത്രം നൽകിയിരിക്കുന്നത്. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ കലാപത്തിന് ഗൂഢാലോചന നടത്തിയെന്നാണ് കുറ്റപത്രം പറയുന്നത്. ഷബീദ് റാവുത്തർ വീണ്ടും ചേരുന്നു. പറയൂ ഷബീദ്, വിശദാംശങ്ങൾ. ഈ സ്വർണ്ണക്കടത്ത് വിവാദം നടക്കുമ്പോൾ അന്ന് ഉയർന്ന രാഷ്ട്രീയമായ ഒരു പരാതി കൂടിയായിരുന്നു ഇത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ വ്യാജ ഗൂഢാലോചനകൾ നടക്കുന്നു, മാത്രവുമല്ല അതിന്റെ പിന്നിൽ സ്വപ്ന സുരേഷും PC ജോർജും ആണ് എന്നുള്ളതായിരുന്നു KT ജലീൽ അന്ന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ചാണ് കേസെടുത്തത്. ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന മധുസൂദനനാണ് അന്വേഷണം നടത്തിയത്. അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യവും ഇത് തന്നെയാണ്. ചില വ്യാജ ആരോപണങ്ങൾ, അത് ശബ്ദരേഖയടക്കം ചൂണ്ടിക്കാട്ടിയാണ് പറയുന്നത്. ചില വ്യാജ ആരോപണങ്ങളടക്കം അന്ന് ഉയർന്നു വന്നു. അതിൽ ഇരുവർക്കും പങ്കുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലെ കുറ്റപത്രത്തിൽ പറയുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഗൂഢാലോചനകൾ നടന്നു, സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിന്റെ കോടതി നടപടികൾ കോടതി ഡേറ്റ് എടുക്കുന്നതനുസരിച്ച് അത് നടക്കുകയും ചെയ്യും. ഈ കുറ്റപത്രത്തിലെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്താണ്? കാരണം ഇത്തരമൊരു ഗൂഢാലോചന സർക്കാരിനെതിരെയും പ്രത്യേകിച്ച് വ്യക്തിപരമായി പിണറായി വിജയനെതിരെയും PC ജോർജും സ്വപ്ന സുരേഷും നടത്തിയെന്ന കണ്ടെത്തലുണ്ടോ? കോടതി ടേബിൾ ചെയ്യാത്തതിനാൽ സ്വാഭാവികമായും ആ കുറ്റപത്രത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് പുറത്തു പറയാൻ കഴിയില്ല. പക്ഷേ അപ്പോഴും ഈ വിഷയത്തിൽ പറയുന്നത് സ്വപ്ന സുരേഷും PC ജോർജും അടക്കമുള്ളവർ ചില ഗൂഢാലോചനകൾ നടത്തി, അത് വ്യാജ ആരോപണങ്ങളടക്കം ഉന്നയിച്ചു. മുഖ്യമന്ത്രിക്കും അതേപോലെ തന്നെ സർക്കാരിനുമെതിരെയായിരുന്നു ഗൂഢാലോചനകൾ. സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ട്, സ്വർണ്ണക്കടത്തിന് മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ പൊതുമധ്യത്തിലടക്കം പ്രതികരണം നടത്തി. അതിനൊക്കെ അപ്പുറത്തേക്ക് ചില ശബ്ദരേഖകൾ, ചില ടെലിഫോണിക് രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ അവർ പങ്കുവച്ചു എന്നുള്ള വിവരങ്ങളാണ് ഈ കുറ്റപത്രത്തിൽ ഉള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.